ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം കർത്താവിൻ്റെ നാമത്തിൽ ആശംസിക്കുന്നു. ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഇന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്നലെ കണ്ടു, ബെത്സയിദ കുളക്കരയിൽ ഈശോ ഒരു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയത്. അന്നൊരു സാബത്ത് ദിവസമായിരുന്നു. അതുകൊണ്ട് പലരും അധികാരികൾ ഈശോയ്ക്ക് എതിരായിട്ട് തിരിഞ്ഞു, ഈശോനെ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ ഈശോ നൽകുന്ന ഒരു ഉത്തരമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം 17-ാം വാക്യം. യേശു അവരോട് പറഞ്ഞു, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. ഈശോയുടെ അധികാരത്തെ ചോദ്യം ചെയ്തപ്പോൾ, ഈശോ ചെയ്ത നന്മ പ്രവൃത്തിയെ ചോദ്യം ചെയ്തപ്പോൾ ഈശോ പറയാണ്, എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, ഞാനും അതുപോലെ പ്രവർത്തിക്കുക. പിതാവ് എന്താ പ്രവർത്തിക്കുന്നത്? നമ്മുടെ നന്മയാണ്, നമ്മുടെ ക്ഷേമമാണ്, നമുക്ക് വേണ്ടിയാണ്. അതുപോലെ ഈശോ പറയാം, ഞാനും അതുപോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. നമ്മുടെ ഭാഗ്യത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പിതാവ്, നമുക്ക് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന പുത്രൻ ഈശോ, പരിശുദ്ധാത്മാവ് ഫുൾ ടൈം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്രിത്വത്തിൻ്റെ നടുവിലാണ് നമ്മൾ. ദൈവം നമ്മളെ മാറ്റി നിർത്തിയിരിക്കുകയല്ല, നമ്മളെ പരിഗണിക്കാതെ നിർത്തിയിരിക്കുകയല്ല, നമ്മുടെ നേരെ നിന്ന് ദൃഷ്ടി തിരിച്ചിട്ടുമില്ല. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമുക്ക് വേണ്ടി നിലകൊള്ളുന്ന, എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ അറിയാനും മനസ്സിലാക്കാനും നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് ഒന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഇടയിൽ നിന്റെ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നീ ഞങ്ങൾക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്? എപ്പോഴും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ വലിയ സ്നേഹത്തെ ഞങ്ങൾ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ സ്നേഹത്തെ മനസ്സിലാക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.